രോഗം വരാതിരിക്കാൻ നമ്മൾ പലതും ചെയ്യും. പുതിയ രോഗവ്യാപനങ്ങളുടെ റിപ്പോർട്ടുകൾ വരുമ്പോൾ തന്നെ നമ്മൾ മലയാളികൾ എടുക്കുന്ന മുൻകരുതലുകൾ പറയേണ്ടതില്ലല്ലോ. ഭരണകൂടവും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. സാമൂഹ്യ അകലം, മാസ്ക്, പൊതു ഇടങ്ങളിൽ സാനിറ്റൈസർ എന്നിവയൊക്കെ നമുക്ക് നല്ല പരിചയവുമാണ്. എന്നാൽ ഇറ്റലിയിലെ ഒരു ഗ്രാമം ഏർപ്പെടുത്തിയ ഒരു മാരക നിയന്ത്രണമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. കേട്ടാൽ ആരും ഒന്ന് നെറ്റിച്ചുളിക്കും. ഗുരുതര രോഗങ്ങൾ പടർത്തുന്നതിൽ നിന്ന് ഗ്രാമവാസികൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് അവിടുത്തെ മേയർ. അല്ല, ഈ അസുഖം വരുത്തുന്നതും പരത്തുന്നതുമൊക്കെ മനുഷ്യന്റെ കയ്യിലാണോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. രോഗം കൊണ്ടുവരരുത്, വിലക്കുണ്ട്, അത്ര തന്നെ. ഇറ്റലിയിലെ പിന്നോക്ക പ്രദേശമായ കാലബ്രിയയിലെ ഒരു ഗ്രാമമാണ് ബെൽകാസ്ട്രോ. ബെൽകാസ്ട്രോയുടെ മേയർ അന്റോണിയോ ടോർച്ചിയെയാണ് ഇത്തരത്തിലൊരു വിലക്കേർപ്പെടുത്തി ഉത്തരവിറക്കിയത്. അടിയന്തര വൈദ്യസഹായം ആവശ്യമായേക്കാവുന്ന അസുഖങ്ങൾ പിടിപെടുന്നത് ഒഴിവാക്കണമെന്നാണ് ഉത്തരവ്. പ്രായോഗികമല്ലെന്നും ഉത്തരവ് വിചിത്രമാണെന്നും മേയർക്ക് നല്ല ബോധ്യമുണ്ട്. എന്നിട്ടും അന്റോണിയോ ടോർച്ചിയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന പ്രദേശത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ താറുമാറാണ്. ഒരു രോഗവ്യാപനം ഉണ്ടായാൽ നേരിടാൻ പ്രയാസമുള്ള സാഹചര്യം. അപ്പോൾ ഇത്തരം ചില വിചിത്ര നടപടികൾ ഉണ്ടായാൽ മാത്രമേ കാര്യക്ഷമമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കൂ എന്ന് മേയർ കരുതുന്നു. തീർന്നില്ല മേയർ നേരിടുന്ന പ്രതിസന്ധികൾ. ബെൽകാസ്ട്രോയിലെ ജനസംഖ്യയായ 1200 പേരിൽ പകുതിയോളം പേരും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ഏറ്റവും അടുത്തുള്ള അത്യാഹിത സൗകര്യം ലഭ്യമാകണമെങ്കിൽ 45 കിലോമീറ്ററിലേറെ സഞ്ചരിക്കുകയും വേണം. ഗ്രാമവാസികൾക്കായി ഒരു ഡോക്ടറെ നൽകിയിട്ടുണ്ടെങ്കിലും സേവനം ലഭിക്കുക വല്ലപ്പോഴും മാത്രമാണെന്നാണ് ഇവിടത്തുകാർ പറയുന്നത്. കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള അത്യാഹിത വിഭാഗത്തിലേക്ക് എത്താനുള്ള റോഡ് സൗകര്യവും പരിമിതമാണ്. രാഷ്ട്രീയ പ്രതിസന്ധിയും മാഫിയകളുടെ സാന്നിധ്യവും കൊണ്ട് കുപ്രസിദ്ധമായ കാലബ്രിയയിലേക്ക് ഇറ്റലിയിലെ കേന്ദ്ര ഭരണകൂടം തിരിഞ്ഞു നോക്കാറില്ല. 2009 ശേഷം മാത്രം 18 ആശുപത്രികളാണ് ഇവിടെ അടച്ചുപൂട്ടിയത്. ആരോഗ്യരംഗത്തെ വിദഗ്ധരുടെ ക്ഷാമവും അതിരൂക്ഷമാണ്. ക്യൂബയിൽ നിന്നും സേവനത്തിനായി എത്തിയ ഡോക്ടർമാരാണ് ഇതുവരെ തുണയായി ഉണ്ടായിരുന്നതെന്നാണ് ജനങ്ങൾ പറയുന്നത്. അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ആരോഗ്യമേഖലയെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഇറ്റാലിയൻ സർക്കാർ നേരിട്ടിടപെട്ടേ മതിയാകൂ എന്ന് മേയർക്കറിയാം. ആ ബോധ്യത്തിലാണ് മേയർ ഒരു ചുവട് മുന്നോട്ട് കയറി വിചിത്രമായ ഉത്തരവിറക്കിയത്. മേയറുടെ ഉത്തരവിൽ ചില രസകരമായ പരാമർശങ്ങൾ കൂടിയുണ്ട്. കളിക്കാനൊന്നും പുറത്തു പോയേക്കരുത്, യാത്രകളും ഒഴിവാക്കണം, വീടുകൾക്കുള്ളിൽ വിശ്രമിക്കുന്നതാണ് ഉത്തമം, വീടുകളിൽ പക്ഷേ കലഹങ്ങൾക്ക് ഇടയുണ്ടാകരുതെന്നും മേയർ ആവശ്യപ്പെടുന്നു. സമാധാനകാംക്ഷിയായതുകൊണ്ടൊന്നുമല്ല, പരിക്ക് പറ്റി ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകരുതല്ലോ. എന്തായാലും മേയറുടെ ഉത്തരവിനെ പിന്തുണയ്ക്കുകയാണ് ജനങ്ങളിൽ ഭൂരിഭാഗവും. ഇത്തരം നിലപാടുകൾ കൊണ്ട് മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ എന്ന് ബെൽകാസ്ട്രോയിലുള്ളവർക്കറിയാം. ഉത്തരവിറക്കി മേയർ കയ്യടിയും നേടി. പക്ഷേ ഇറക്കാനും തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് ഉദ്യോഗസ്ഥർ. ഉത്തരവല്ലേ, നടപ്പാക്കിയല്ലേ പറ്റൂ.